ബേസിക്സ് ഓഫ് HTML ഫോംസ്. ഇതിൽ കാര്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് HTML ഫോം, സ്ട്രക്ചർ ആൻഡ് എലമെന്റ് ഓഫ് HTML ഫോം, എൻഹാൻസിംഗ് യൂസർ എക്സ്പീരിയൻസ് HTML ഫോം. സെക്ഷൻ 1 അണ്ടർസ്റ്റാൻഡിങ് HTML ഫോം. ആദ്യം എന്താണ് HTML ഫോം എന്ന് നമുക്ക് അറിയണം. അപ്പോൾ HTML ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്ട്രക്ചേർഡ് സെക്ഷൻ ഓഫ് വെബ് പേജ് ആണ് that enable users input data which can then be sent to be the server for processing, make it essential for interactive web application. ഇന്ററാക്റ്റീവ് വെബ് ആപ്ലിക്കേഷന് സഹായിക്കുന്ന ഒരു സാധനമാണ്. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ്. നമുക്ക് ഡാറ്റ സെർവറിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് HTML ഫോം. നമ്മൾ സ്വാഭാവികമായിട്ട് ഗൂഗിൾ ഫോംസ് ഒക്കെ ഒരു എക്സാമ്പിൾ ഓഫ് HTML ഫോം ആണ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ്, അതേപോലത്തെ ഫോംസ് ആണ് HTML ഫോംസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻസ് ഓഫ് HTML ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HTML forms are crucial for enabling user interactions on websites, allowing users to submit data feedback registration. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഫീഡ്ബാക്ക് രജിസ്ട്രേഷൻ സാധാ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു ഫീഡ്ബാക്ക് രജിസ്ട്രേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഡാറ്റ ഇൻപുട്ട് ചെയ്യണം. അപ്പൊ അതിനൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത് HTML ഒരു ഫോമിന്റെ. പിന്നെ പ്രൈമർലി മെത്തേഡ് കളക്ടിങ് നമ്മുടെ യൂസർ നെയിം, അതുപോലത്തെ ഈ മറ്റേ പാസ്വേഡ്സ്, ഇതൊക്കെ കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു HTML ഫോംസ് യൂസ് ചെയ്തിട്ടാണ്. വൈ? ഇതുകൊണ്ടാണ്. ഫോംസ് കളക്ട് യൂസർ ഇൻപുട്ട് ആൻഡ് ഫെസിലിറ്റേറ്റ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ യൂസേഴ്സ് ആൻഡ് വെബ് ആപ്ലിക്കേഷൻ, enabling data submission for various purposes such as feedback registration, transactions, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യമായിട്ട് HTML ഫോംസ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഫോംസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പിക്കലി ലൊക്കേറ്റഡ് ഓൺ വെബ് പേജ് അല്ലേ. വെബ് പേജിൽ ഒരു HTML ഡോക്യുമെന്റ് ആയിട്ട് എംബഡഡ് ആയിട്ട് കിടക്കുകയാണ് ഫോംസ് എന്ന് പറഞ്ഞാൽ. allowing users to access them from the any device with interactive connectivity. ആരാണ് ഇത് ഉപയോഗിക്കുന്നത്? യൂസേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ കോഡ് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സ് അല്ല ഫോം ഇന്ററാക്ട് യൂസ് ചെയ്യുന്നത്. യൂസേഴ്സിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂസേഴ്സ് ഇന്ററാക്ടിങ് വിത്ത് ദ ഫോം are the primary participants, while web developers and server-side application handle the processing of the submitted data. സബ്മിറ്റ് ചെയ്ത ഡാറ്റയാണ് ആര് ചെയ്യുക? ഈ ഒരു പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുക. അതിൽ എന്താണ് ദ പ്രോസസ് ഇൻവോൾവ്സ് യൂസേഴ്സ് filling out fields in a form and submitting their responses, which are then sent to the server for processing and storage. അതായത് നമ്മുടെ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഈ ഒരു HTML ഫോമിൽ ചെയ്യുന്നത്. 5 W ആണുള്ളത്. 5ാമത്തെ W എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസർ ഇൻപുട്ട് കളക്ഷൻ. User input collection occurs whenever a form is presented on a web page. When എപ്പോഴാണ് ഇത് നമുക്ക് കിട്ടുക എന്നുള്ളത്? Often triggered by the user action such as clicking a link or navigating to a specific section of the site. ഇത്തരത്തിലാണ് നമ്മുടെ ഫോം വർക്ക് ചെയ്യുന്നത്. How? ഒരു അച്ഛനുള്ളത് how. Forms collect input through various HTML elements like text fields, checkbox, drop downs, utilizing method. ഇത്തരത്തിലുള്ള ഒരുപാട് മേഖലകൾ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ടാണ് HTML ഫോം പൊതുവെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവർവ്യൂ ഓഫ് എ ഫോം സബ്മിഷൻ പ്രോസസ്. ആദ്യം എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് സബ്മിഷൻ മെത്തേഡ്. ഫോം സബ്മിഷൻ ക്യാൻ യൂട്ടിലൈസ് ടു പ്രൈമറി HTTP മെത്തേഡ് ഗെറ്റ് which appends data to the URL, and post which sends the data to the requested body, ensuring better security and റോൾ ഓഫ് ദ സബ്മിറ്റ് ബട്ടൺ. സബ്മിറ്റ് ബട്ടൺ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഫോം സബ്മിറ്റ് ആവുക അല്ലെങ്കിൽ ആ ഒരു സാധനം ഉണ്ടാവില്ലല്ലോ. ക്രൂഷ്യൽ എലമെന്റ് ആണ് ഫോമിൽ. ട്രിഗറിംഗ് ദ സബ്മിഷൻ പ്രോസസ് വെൻ ക്ലിക്ക്ഡ് ആൻഡ് ക്യാൻ ബി കസ്റ്റമൈസ്ഡ് വിത്ത് ആട്രിബ്യൂട്ട്സ് ലൈക്ക് ടൈപ്പ് ആൻഡ് വാല്യൂ, എൻഹാൻസ് യൂസർ എക്സ്പീരിയൻസ് ഫംഗ്ഷനിൽ. ഡാറ്റ ഹാൻഡ്ലിംഗ് ഓൺ സർവർ. Upon submission, form data is processed on the server side where it can be validated, stored in databases, or used to generate dynamic responses, playing a vital role in web application function. അടുത്തത് എന്താണ്? സ്ട്രക്ചർ ഓഫ് ആൻ എലമെന്റ് ഓഫ് HTML ഫോം. അത് ബേസിക് സ്ട്രക്ചർ ഓഫ് HTML ഫോം എന്ന് പറഞ്ഞാൽ ഫോം എലമെന്റ് ഡെഫിനിഷൻ, ആട്രിബ്യൂട്ട് ഓഫ് എ ഫോം, എക്സാമ്പിൾ സ്ട്രക്ചർ. ഫോം എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഫോം HTML ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ് ഫോം. രണ്ട് ഇതിന്റെ ഗ്രേറ്റർ ദാൻ സിമ്പിളിന്റെ ഇടയിൽ ഫോം എന്ന് കൊടുക്കുക. ഫോം എലമെന്റ് ഇസ് എ കണ്ടെയ്നർ ഫോർ ആൾ ഫോം എലമെന്റ്. ഏത് ഫോം ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു സാധനത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഡിഫൈനിങ് ദ ബൗണ്ടറീസ് ഓഫ് ദ ഫോം ആൻഡ് എനേബിളിംഗ് യൂസർ ഇൻപുട്ട് കളക്ഷൻ ഓൺ ദ വെബ് പേജസ്. ആട്രിബ്യൂട്ട് ഓഫ് ഫോം എന്ന് പറഞ്ഞാൽ കീ ആട്രിബ്യൂട്ട് ഇൻക്ലൂഡ്സ് ആക്ഷൻ which
specify the URL for the data submission and method which determines how data is sent, impacting data handling on the server. അടുത്ത എക്സാമ്പിൾ സ്ട്രക്ചർ, ഒരു ബേസിക് ഫോം സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ഫോം നമ്പർ ഒരു ഫോമിന്റെ ടാഗ് വരും. അതിന് ഉള്ളിൽ ഇൻപുട്ട് ഉണ്ടാവും, ടെക്സ്റ്റ് ഏരിയ ഉണ്ടാവും, സെലക്ട് ഉണ്ടാവും. കോമൺ ഫോം എലമെന്റ്സ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട്, ടെക്സ്റ്റ് ഏരിയ,